ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പക്ഷെ ഇന്നെന്താണെന്ന് പറയുക, ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ സായിലില്ലാത്ത ഭയങ്കര ഒരു കുറവുണ്ട്. പക്ഷെ ഇതാ ഇന്ന് നമ്മളെ സാനുമോള് പോവാണ്. ഇതാ ആദ്യമോനൊക്കെ പോവാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ചെറുതായിട്ടൊന്ന് ചുരുക്കിയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളേ. പിന്നെ ചായ കുടിക്കാൻ കണ്ടില്ലേ, നോമ്പ് പറഞ്ഞാൽ പാത്രം ഇതുവരെ എടുത്തിട്ടില്ല, അങ്ങോട്ട് ചായ കുടിക്കാൻ വിളിക്കണേ. അപ്പം ഉമ്മച്ചിക്ക് ഇന്ന് സഹായിച്ചു കൊടുക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പം ഇൻഷാല്ല നമ്മൾ സഹായിച്ചു കൊടുക്കണല്ലേ. സാബി ഞാൻ സഹായിച്ചു തരില്ല ചേടി. ഇപ്പം കുറച്ചായിട്ട് ലേസം ബാക്കട്ടാന്നുള്ളൂ അല്ലേ, മരകളൊക്കെ വന്നതല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ മോളും മരകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല ഗായ്സ്. നമ്മൾ പാത്രം കേൾക്കാനും ഇതൊക്കെ കേൾക്കാനൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് സഹായിച്ചൊക്കെ കൊടുക്കും. ഒരു വീട്ടിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പരസ്പരം സഹായം ഉണ്ടെങ്കിലേ എല്ലാം മുന്നോട്ട് പോകുള്ളൂ. മറ്റേത് ആണുങ്ങൾ വലിയ മസിൽ പിടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. ഭാര്യമാരെ സഹായിച്ചു കൊടുക്കണം. അപ്പോൾ എന്താവും, കുടുംബം സന്തോഷമായിട്ടാണ്ട് പോകും. എന്ത് നമ്മളില്ലേ സാനോ, ഞാൻ സഹായിച്ചു കൊടുക്കില്ല, അതേ സഹായിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ മടിയൊന്നും ഇല്ലാത്ത മടിയാണ്. സായിലാൻ്റെ ഒരു ധാരണ ഉണ്ടോ? സായില പോയ ഇവിടുത്തെ പാത്രം കയ്യിലൊന്നും കേൾക്കൂല, നമ്മൾ കേൾക്കും. സായില നമ്മളെ ഇതാക്കണ്ട, നമ്മളിതൊക്കെ എടുത്ത് കുറെ പരിചയമുള്ളതാണ്. ഇന്നത്തെ ഇത് അറിയില്ലല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ, അവിടെ നോക്കിയാൽ ഇന്നത്തെ സ്പെഷ്യലൊക്കെ പോത്ത് വരട്ടിയത് ഇതാ സൂപ്പർ തമർത്തൽ. പിന്നെ സോറി, അടിപൊളി നെയ്ച്ചോറ്, സൂപ്പർ നെയ്ച്ചോറാട്ടോ. എന്താ നെയ്ച്ചോറ്, ഇതിന്റെ കൂട്ട് പറഞ്ഞു കൊടുത്ത ഞാനാ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ട് പറഞ്ഞുതരാം. നെയ്ച്ചോറിന്റെ കൂട്ട് എന്താ ടേസ്റ്റ്, അടിപൊളിയാ. കൂട്ട് പറഞ്ഞു കൊടുത്ത ഞാനല്ലേ. ഇതിന്റെ കൂട്ട് എങ്ങനെയാണെന്നറിയോ? പറയണ്ട, സീക്രറ്റാ. അല്ലാതെ പറയണ്ടെന്ന്. അടിപൊളിയായിട്ട് സ്മൂത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ സൂപ്പറാണ്. എല്ലാവർക്കും അറിയും, എന്നാലും നമ്മളൊരു അതെന്താന്ന് പറയുക, സ്പെഷ്യലാണ് ഇത്. അങ്ങനെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, നെയ്യ് ഉപയോഗിക്കാതെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കി. സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് തിന്നുക. നെയ്യ് നിങ്ങൾ ഒഴിവാക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 1 കിലോ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 200 ml സൺഫ്ലവർ ഓയിലുണ്ട്, അത് അതിൽ ഒഴിച്ചാൽ മതി. അടിപൊളിയാണ്. കുക്കറിഷല്ല, ഞങ്ങൾ ആദ്യമോനാണ് ഈ കിടക്കുന്നത്. ആദ്യമോൻ ഇന്ന് പോവാണ്. ആദ്യമോൻ ഇന്ന് പോവാണല്ലേ. ഇന്ന് പോവാണ്. ഇപ്പം എൻ്റെ കുട്ടി പോവുക എന്നെ. ഇന്ന് പോകണ്ട സേ ഇന്ന് പോവാണ്. ഇന്ന് പോവില്ലേ? ഇനി എന്നാ വരിക ഇപ്പം എൻ്റെ കുട്ടി? ഇപ്പം എൻ്റെ മോൻ എന്നാ വരിക? ഇനി പെരുന്നാൾക്ക് വരിക എന്നെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സാനുമോൾ ഇന്ന് പോവും. സായില പോയപ്പോൾ വന്നതിന്. അപ്പോൾ സായില പോയതുകൊണ്ട് സാനുമോളെ കൊണ്ടുവരണതാണ്. അപ്പോൾ സാനുമോൾ ഇന്ന് പോവുകയാണല്ലോ.
2 ദിവസത്തെ ഇതിന് വേണ്ടി വന്ന ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെക്കനെ കാണാൻ കിടക്കണൊക്കെ ഇങ്ങനെ കുലിക്കനല്ലേ ഇങ്ങനെ അങ്ങനെയല്ല അതങ്ങനെ ഇങ്ങനെ 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 കുഴക്കണം ഇങ്ങനെ 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 കുഴക്കണം ഇങ്ങനെ 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 ഉരുട്ടണം അല്ലേ ഇങ്ങനെ ഉരുട്ടണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഫിഷു 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 അങ്ങോട്ട് മറിച്ച് ഇങ്ങനെയൊക്കെ കളിച്ച് ഇങ്ങനെ കളി. അപ്പോൾ ഇതാ ഫുഡ് വിളമ്പാൻ പോവാണ്. കുഴപ്പമില്ലേ? വേണ്ടോണ്ടാ പപ്പടം വേണ്ട. അപ്പോൾ അതിന് പറയാം ഇന്ന് വേറൊന്നുണ്ട്. ഇന്ന് നമ്മളെ കുഞ്ഞുവാവില്ലാത്തതുകൊണ്ട് ഒരു ചടപ്പുണ്ട്. നോമ്പറോ അവൻ്റെ ലൈഫ് ഹൗസിൽ ഇന്ന് നോമ്പറാണ്. അതുകൊണ്ട് ഓനില്ലാത്തൊരു ചെറിയൊരു ഇടങ്ങേറുണ്ട് നമുക്ക്. ഇതുവരെ നമ്മളെ കൂടുതൽ നോമ്പറക്കാനുണ്ടായിട്ട് ഇന്നൊരു ദിവസവും ഇല്ല. അത് കേൾക്കാനൊന്നുമില്ല. അത് കൂടെ ഉണ്ടാകുമ്പോൾ ഇല്ലാതാകുമ്പോഴുള്ള ഒരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇനി എന്താണെന്നോ ഇനി നമുക്ക് ഇതേമാതിരി ചെറിയ ചെറിയ ബ്ലോഗൊക്കെ നമ്മൾ ഇടും കേട്ടോ. എന്തെങ്കിലുമൊക്കെ എല്ലാവരും കാണുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തരാം. കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ലേസം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ? സാധനം പോണ ടെൻഷന് വിഷമം നല്ലോണ്ട്. ഇങ്ങനെ എന്തൊന്നും ഉണ്ടാത്തേ എന്താ? അപ്പം നമ്മളൊക്കെ നോമ്പ് പറ്റില്ലേ? ഇജ്ജ് നോമ്പ് പറ്റിനാ? എൻ്റെ നെതലായി കാണും. അത് മോൻ്റെ നോമ്പല്ല നോമ്പല്ലേ? അങ്ങനല്ലേ? ജിമ്മിന് പോകണം കേട്ടോ നമുക്ക്. ജിമ്മിന് പോണ്ടേ നമ്മടി? കമോൺ ഭക്ഷണം എടുത്തോ. കഴിക്കല്ലേ മോളെ? എന്തേ പൊരിക്കേ? അടത്തിയെടുക്കാനല്ലേ? നാസ്താക്കുന്നാല് ഫുഡ് കഴിക്കല്ലേ? ഇത് പറയാനെന്താ ഇന്ന് വേറെ ഒന്നുണ്ട്. ഒറ്റക്കായിട്ട് ഭയങ്കര ക്ഷീണുണ്ട്. ഒറ്റക്ക് എന്തായാലും 2 ദിവസമൊക്കെ ഒറ്റക്ക്. പക്ഷെ അന്നത്തെ മാതിരി അല്ലല്ലോ ഇന്ന്. അന്നെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറുപ്പപ്രായല്ലേ. ഇപ്പോൾ വയസ്സായില്ലേ. അപ്പം ഇങ്ങനെ ഒരു പെടക്കാനൊന്നും കഴിയൂല. അവിടെ വേദന, മുട്ടുംകാല് വേദന, അങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. കാച്ചിക്കോളി കാച്ചിയാന്ന് പറയും. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഹലോ ഗായ്സ്, ഇത് നിങ്ങളിപ്പോൾ കേട്ടില്ലേ? ഇത് ഞാൻ എടുക്കാൻ പോയപ്പോൾ പൊതുവെ ഒരു വീട്ടിൽ സംഗതികൾ ആലോചിച്ചൊക്കെ മതി. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ?
ആരെങ്കിലും വരുമ്പോഴേ ഇങ്ങനത്തെ പ്ലേറ്റ് ഒക്കെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് എടുക്കൂല. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ആ പ്ലേറ്റ് എടുക്കാനും വേണ്ടി ഇത് തുറന്നപ്പോ ചോദിച്ച ചോദ്യം കേട്ടോ, ഇതാണോ എടുക്കലെന്ന്. അപ്പൊ ഞാൻ എന്താ പറയുന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ അടുത്തോളി എന്നുള്ളൊരു വാക്ക്. ഏത് വീട്ടിൽ പോയാലോ ഏത് വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വിരുന്നുകാർ വരികയാണെങ്കിൽ ഇങ്ങനത്തെ പ്ലേറ്റ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇതാ ഒരു ചുരുങ്ങിയത് ആദ്യമായിട്ട് വീട് എടുക്കുമ്പോ ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്ലേറ്റ് ഇത് അതന്നെ പറഞ്ഞത് നമ്മള് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ അങ്ങനല്ല. അവര് പറയട്ടെ. അപ്പോൾ ഈ പ്ലേറ്റ് നമ്മൾ പെരക്കാർക്ക് കിട്ടുള്ളൂ. ഉച്ചക്ക് ചോറ് എന്താണെങ്കിലും രാത്രി ചോറ് എന്താണെന്നുണ്ടെങ്കിലും പകല് ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലേറ്റ്. പുതിയ പ്ലേറ്റ് എടുക്കാൻ അത് കേടുവരും, അത് പൊട്ടും. എന്നാലും സുഹൃത്തുക്കൾ നിങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എടുക്കാൻ നേരത്തെ പറഞ്ഞ വാക്ക് കേട്ടില്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് നമ്മൾ മേടിച്ചിട്ട് നമ്മൾക്ക് മനസ്സമാധാനമായിട്ട് അമ്മക്ക് തിന്നാൻ മേടിച്ചിട്ട് നമ്മൾക്ക് മനസ്സമാധാനമായിട്ട് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വിരുന്നുകാർക്ക് വെച്ച് കൊടുക്കാൻ നമുക്കൊരു സന്തോഷമാണ്. അത് വേറെ. അവരെ വിരുന്നുകാരെ വിരുന്നിരുത്തിയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷെ ഇടക്ക് നിലക്കൊക്കെ ഞമ്മക്കൊന്ന് എടുത്തേക്കാം. എടുത്തേക്കാൻ നേരത്തെ എന്താ പറഞ്ഞ് അതെടുക്കരുതെന്നുള്ളൊരു വലി ഉണ്ടല്ലോ, അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? അല്ല എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? അല്ല എന്തെങ്കിലും പറയണല്ലോ, എന്തെങ്കിലും അഭിപ്രായം പറയാനല്ലോ. നമ്മൾ 4 ആളല്ലേ ഉള്ളൂ, 4 ആൾക്ക് 4 പ്ലേറ്റ്. സാധനം ഇറങ്ങിയ അപ്പോ അതുപോലെ ഇവിടെ ഇതിൽ എന്ന് വെച്ചിട്ട് പപ്പടത്തിന്റെ ഒക്കെ ഉണ്ടോ? ചിക്കൻ കറി പാകായി ബീഫ് കറി പൊള്ളിന്റെ പാത്രത്തില് അപ്പോൾ സുഹൃത്തുക്കളെ ഇതേമാതിരി ഇടയ്ക്കിടയ്ക്ക് സഹായിച്ചു കൊടുക്കുക ഭാര്യമാരെ. അപ്പോൾ അതേമാതിരി സഹായിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു രസമാണ്. ഒരു കുടുംബജീവിതത്തിലുള്ള സന്തോഷ ദുഃഖങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് രസം. അവർക്ക് എപ്പോഴും നമ്മളെ മാതിരി പെട്ടെന്ന് ശരിയാക്കാൻ കഴിയില്ല. വാങ്ങിച്ചു ഓവറായിട്ട് ഇടണമെന്നില്ല, എല്ലാവർക്കും കുറേശ്ശെ കോരി ഇടുന്നുണ്ട്, ബാക്കി പിന്നെ കോരിട്ടുള്ളൂ. എന്നാ സാവി കറി എടുത്തോ വരി. അപ്പോൾ ഇൻഷാല്ലാ ഇനി ബാക്കി ഭക്ഷണം കഴിച്ചതിന് ശേഷം വരി ആദ്യമോനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിച്ചിട്ട് കാണാം കേട്ടോ. അതിനെ കളിപ്പിക്കാൻ പറ്റി. ചോറ് ഫുഡൊക്കെ കഴിച്ചില്ലപ്പാ? ഫുഡൊക്കെ കഴിച്ചില്ലപ്പാ? അപ്പോൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ അടിപൊളി ഫുഡാട്ടോ. നമ്മൾ പറഞ്ഞാൽ നെയ്ച്ചോറും പോത്തും സൂപ്പറായി. മെച്ചി ഇതാ എല്ലൊക്കെ ഒരുമ്പിച്ചിങ്ങനാകെ. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ ബൈ. ഇന്നത്തെ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ബൈ ബൈ.